ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു പാർട്ട് 2 ആണ്. കാരണം പാർട്ട് 1 സ്റ്റഡി ടിപ്സ്, ഇതിലതിൻ്റെ ബാക്കിയും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ബുക്സ് എല്ലാം കൂടി ഇങ്ങനെ കൂട്ടി വെക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാടുള്ള പോലെ തോന്നും, പഠിക്കാനുള്ള ഒരു മൂഡ് വരില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ സൺലൈറ്റിൻ്റെ അടുത്ത് പോവുക. ചിലവരെന്ത് ചെയ്യുന്നറിയോ, ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇരുട്ടത്ത് പഠിക്കാൻ വിചാരിക്കും. അങ്ങനെയൊന്നും ചെയ്യരുത്. കുഞ്ഞു ലൈറ്റിലൊന്നും പഠിക്കാൻ പാടില്ല, നല്ല വെളിച്ചത്ത് പഠിക്കണം. ഇനി നമ്മുടെ തേർഡ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എല്ലാം അപ്പം ഒന്ന് നോട്ട്ബുക്കിൽ എഴുതിയാൽ നിങ്ങൾക്ക് എക്സാം ടൈമിൽ ചെക്ക് ചെയ്യാൻ പറ്റും. ടീച്ചർ സ്കൂളിൽ നോട്ട്സ് തരില്ലേ, അത് പഠിക്കണം. പക്ഷേ അത് മാത്രം പഠിച്ചിട്ടും കാര്യമില്ല. നിങ്ങളായിട്ട് ഒരുപാട് നേരം ടെക്സ്റ്റ് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലായത് കൂടെ ഒരു നോട്ടിൽ എഴുതി വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇടയിൽ കൂടെ കുറച്ച് നല്ല സ്നാക്സൊക്കെ അങ്ങ് എടുത്ത് കഴിക്കുക. ചിലർ പഠിക്കുന്ന ടൈം പോലും ഫോണിനെ വിട്ട് നിൽക്കാൻ പറ്റില്ല. ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നോക്കൂ, ചെറിയൊരു മെസ്സേജാണ് ഇവിടെ വന്നത്. 2 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെയും മെസ്സേജ് വന്നു, കഴിഞ്ഞു. നമ്മുടെ പഠിപ്പ് നേരത്തെ നമ്മൾ ഇൻസ്റ്റാഗ്രാം നോക്കുന്നു കുറച്ച് നേരം, മടുത്ത യൂട്യൂബ് നോക്കുന്നു കുറച്ച് നേരം, അതും കഴിഞ്ഞാൽ വാട്സപ്പിൽ വല്ല നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ നോക്കുന്നു, അല്ലേ? ഇനി പഠിത്തത്തിൻ്റെ ഇടയിൽ നമുക്ക് എല്ലാവർക്കും വരാവുന്ന ഒരു സംഭവമാണ് ഈ ഫീലിംഗ് സ്ലീപ്പി. ഇങ്ങനെ നിങ്ങൾക്ക് ഉറക്കം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ചെയ്യേണ്ട കാര്യമാണ് ഫേസ് വാഷ്. നന്നായി മുഖം കഴുകി തുടച്ച് എന്തെങ്കിലും ഒന്ന് കഴിക്കുക. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട എന്ത് വേണമെങ്കിലും കഴിക്കുക. പിന്നെ ഒരു ബ്രേക്ക് എടുക്കുക. നെസസറി ആണ്. നല്ല ഉറക്കം വരുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് ഉറങ്ങുക. കാരണം ചിലപ്പോൾ ഉറങ്ങാത്തത് കൊണ്ടായിരിക്കാം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവാതെ ഉറക്കം വന്നുകൊണ്ടിരിക്കുന്നത്. ഉറങ്ങി എണിച്ചാൽ നമ്മുടെ ഒരു ഹാപ്പി മൈൻഡാവും. മൈൻഡ് മാത്രമല്ല, നമ്മളും ഹാപ്പിയാവും. അപ്പോൾ പഠിക്കുന്നതൊക്കെ തലയ്ക്കാവും. അപ്പോൾ അത് ഇങ്ങനെ ഉറക്കം വന്നാൽ ചെയ്യേണ്ട സംഭവം മനസ്സിലായല്ലോ. ഇനി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുതി വയ്ക്കുകയാണെങ്കിൽ എക്സാം ടൈമിലൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഒരു ഡെയിലി സ്റ്റഡി റൊട്ടീൻ, അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുപാടുണ്ടെന്ന് വിചാരിക്കരുത്. കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞ് പഠിച്ചാൽ കുറച്ചാകുമ്പോഴേക്കും കഴിയും. എല്ലാം സിമ്പിളായിട്ട് ഹാപ്പി ആയിട്ട് പഠിക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്കിതിൻ്റെ പാർട്ട് 3 വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ആൻഡ് ഓൾസോ ലവ് യു ഓൾ.